പത്തനംതിട്ട കോയിപ്രത്ത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികളായ ജയേഷും ഭാര്യ രശ്മിയും പലതവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് മർദ്ദനത്തിനിരയായ റാന്നി സ്വദേശിയുടെ മാതാപിതാക്കൾ 24നോട് പറഞ്ഞു. ജയേഷുമായി മകനുള്ളത് ജോലി സംബന്ധമായ സൗഹൃദമാണ്. ആത്മാക്കളെന്ന് പറഞ്ഞായിരുന്നു പീഡനമെന്നും യുവാവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഇവിടെ ഒരു 2 തവണയിലും വന്നിട്ടുണ്ട്. പിള്ളേരും പുള്ളിക്കാരിയും ഇവനും കൂടെ. എന്താണെന്നറിയത്തില്ല. അവൻ വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നെയും വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. ഈ ജയേഷ് എന്നെയും വിളിക്കുമായിരുന്നു. അച്ഛാ എന്നാ ഉണ്ട് വിശേഷം ചോദിച്ച്. നമ്മൾ എന്നാ ഇരിക്കുന്നടാ ഇങ്ങനെ പോകും. 6 മാസം അവരൊന്നിച്ച് ജോലി ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നു. അനിയത്തിൻ്റെ മോനുമായിട്ട് സൗഹൃദമാകുന്നത് അങ്ങനെയാണ്. ആ കമ്പനി കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേന് അവൻ അവിടുത്തെ ഇലക്ട്രീഷ്യൻ, ഇവൻ അവിടുത്തെ മെക്കാനിക്കലുമായിരുന്നു. ജയേഷ് അല്ല സംസാരിക്കുന്നത്. ഇവരുടെ ഈ മരിച്ചുപോയ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അവരാ ഇത് ചെയ്യുന്ന രീതിയിലാണ്. സുജി സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഈ മർദ്ദനത്തിന് ഇരയായവരുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ പ്രതികരിച്ചത് 24നോട്. ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ആത്മാക്കളെന്ന് പറഞ്ഞ് മർദ്ദിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ദുരൂഹതയുണ്ട് ഇപ്പോഴും ഈ സംഭവങ്ങളിൽ. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? അതെ പ്രജൻ, ഈ തിരുവോണ ദിവസമാണ് ഇത്തരത്തിൽ ജയേഷ് തന്റെ മകനെ നിരന്തരം വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിനുശേഷം പിന്നെ രാത്രി ഏറെ വൈകി സമീപത്തുള്ളൊരു പാലത്തിന് സമീപത്തായിട്ടാണ് മകനെ കണ്ടത്. പുതമൺ പാലത്തിന് സമീപത്ത് വെച്ച് മർദ്ദിച്ച് അവശനായി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. എന്നാൽ മകൻ തനിക്കുണ്ടായ ദുരനുഭവം ഒക്കെ വീട്ടുകാരോട് പറഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷമാണ്. അതായത് ഈ ജയേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ വീട്ടുകാരോട് പറഞ്ഞത്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു വീട്ടുകാരോട് മകൻ നടത്തിയത്. അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും അതുകൂടാതെ തന്നെ മാതാപിതാക്കളെ വകവരുത്തുമെന്നും ഈ ജയേഷും ഭാര്യ രശ്മിയും ചേർന്ന് ഈ റാന്നി സ്വദേശിയായ യുവാവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ പറയാതിരുന്നത് എന്നാണ് ഈ റാന്നി സ്വദേശിയായ യുവാവ് വീട്ടിൽ പറഞ്ഞത്. ഒപ്പം പോലീസിനോടും ഇക്കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ക്രൂരമായ മർദ്ദനമാണ് യുവാവിന് ഏൽക്കേണ്ടി വന്നത്. മാത്രമല്ല ഈ രശ്മിയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദിച്ചത്. ഈ ജയേഷിന്റെ ശരീരത്തിൽ ജയേഷിന്റെ മാതാപിതാക്കളുടെ ആത്മാവ് വന്ന അത് പറയുന്നതനുസരിച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. വളരെ ക്രൂരമായി യുവാവിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവാവ് പറയുന്നത്. ഏതായാലും തന്റെ മകന് നീതി കിട്ടണമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് വീട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രജിൻ, സുജി സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.